പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഫെബ്രുവരി 14 ശനി. ആവർത്തന പുസ്തകം 30-ാം അധ്യായം 19-ാമത്തെ വാക്യം. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വയ്ക്കുന്നു. ഇന്ന് നാം ധ്യാനിക്കുന്നതായ വേദഭാഗം ഒരു മുന്നറിയിപ്പും ഒരു ക്ഷണവും കൂടിയാണ്. ദൈവം നമ്മെ ഭീഷണിപ്പെടുത്തുന്നില്ല, മറിച്ച് സ്നേഹത്തോടെ ശരിയായ വഴി തിരഞ്ഞെടുക്കുവാൻ പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതം നിർബന്ധത്തിലൂടെയല്ല, തെരഞ്ഞെടുപ്പിലൂടെയാണ് രൂപപ്പെടുന്നത്. ആദ്യം നാം മനസ്സിലാക്കേണ്ടത് ജീവിതം ഒരു തിരഞ്ഞെടുപ്പാണ് എന്നതാണ്. ഓരോ ദിവസവും നാം എടുക്കുന്ന ചെറുതും വലുതുമായ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ദിശ നിശ്ചയിക്കുന്നു. നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും നമ്മെ ദൈവത്തോട് അടുപ്പിക്കുകയോ അകറ്റുകയോ ചെയ്യുന്നു. പാപത്തിൻ്റെ വഴി നമ്മെ ആത്മീയ മരണത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ അനുസരണവും വിശ്വാസവും നമ്മെ ജീവൻ്റെയും അനുഗ്രഹത്തിൻ്റെയും വഴിയിലേക്ക് നയിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം സ്നേഹപൂർവ്വം നമ്മോട് ജീവനെ തിരഞ്ഞെടുക്കുക എന്ന് അപേക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നമ്മുടെ കൈകളിലാണ്, പക്ഷെ ഫലം ദൈവത്തിൻ്റെ കൈകളിലാണ്. വീണ്ടും വേദഭാഗത്തിൽ പറയുന്നു, ജീവനെ തിരഞ്ഞെടുക്കുക. ഇത് വെറും ശരീര ജീവിതം നിലനിർത്തുക എന്നതല്ല, ആത്മീയമായി ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുക എന്നതാണ്. ദൈവത്തെ സ്നേഹിക്കുകയും അവൻ്റെ വാക്ക് അനുസരിക്കുകയും അവൻ്റെ വഴിയിൽ നടക്കുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥ ജീവൻ. ഇത് നിയമങ്ങൾ പാലിക്കുന്നതിനുപരി ദൈവവുമായി ഒരു സ്നേഹബന്ധം സ്ഥാപിക്കുന്നതാണ്. ദൈവം നമ്മെ അടിമകളാക്കാൻ വിളിക്കുന്നില്ല, അവൻ നമ്മെ തൻ്റെ മക്കളാകാൻ വിളിക്കുന്നു. യേശു ഇത് തന്നെയാണ് പറഞ്ഞത്, ഞാൻ വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകാനും വേണ്ടിയാണ്. അതുകൊണ്ട് ദൈവത്തോടുള്ള ബന്ധമുള്ളപ്പോൾ മാത്രമേ ജീവിതം യഥാർത്ഥ അനുഗ്രഹമാകുകയുള്ളൂ. വീണ്ടും വേദഭാഗം നമ്മോട് പറയുന്നു, നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ നമ്മെ മാത്രം ബാധിക്കുന്നില്ല എന്ന്. നമ്മുടെ കുടുംബത്തെയും വരും തലമുറകളെയും അത് ബാധിക്കും. വചനത്തിൽ നീയും നിന്റെ സന്തതിയും ജീവിക്കേണ്ടതിന് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതുകൊണ്ടാണ്. ഒരു പിതാവിൻ്റെ വിശ്വാസം, അതുപോലെ തന്നെ ഒരു മാതാവിൻ്റെ പ്രാർത്ഥനയും ഒരു കുടുംബത്തിൻ്റെ ഭാവിയെ മാറ്റിമറിക്കാം. നാം ഇന്നെടുക്കുന്ന ആത്മീയ തീരുമാനങ്ങൾ നമ്മുടെ മക്കളുടെ നാളെ രൂപപ്പെടുത്തുന്നു. അതിനാൽ നമ്മുടെ ജീവിതം വ്യക്തിപരമായതല്ല, മറിച്ച് ഉത്തരവാദിത്തമുള്ളതാണ്. ഇന്ന് നാം തിരഞ്ഞെടുക്കുന്ന വഴി നാളത്തെ തലമുറ ജീവിക്കുന്ന വഴിയാകാം, പ്രിയ സഹോദരങ്ങളെ. അതിനാൽ ഇന്ന് ദൈവം നമ്മോട് ചോദിക്കുന്നത് വളരെ ലളിതമായ ഒരു ചോദ്യമാണ്. നീ എന്ത് തിരഞ്ഞെടുക്കുന്നു? പാപത്തിൻ്റെ താൽക്കാലിക സുഖമോ അതോ ദൈവത്തിൻ്റെ നിത്യ ആനന്ദമോ? യേശുക്രിസ്തുവാണ് യഥാർത്ഥ ജീവൻ. അവനെ തിരഞ്ഞെടുക്കുമ്പോൾ നാം അനുഗ്രഹത്തെയും സമാധാനത്തെയും രക്ഷയെയും തിരഞ്ഞെടുക്കുന്നു. അതുകൊണ്ട് നാം ഉറച്ച മനസ്സോടെ പറയാം, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. നമുക്ക് ജീവനെ തിരഞ്ഞെടുക്കാം, ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കാം. അപ്പോൾ അനുഗ്രഹം നമ്മുടെ പിന്നാലെ ഉണ്ടാകും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, ജീവൻ്റെ ദൈവമേ, ശരിയായി തിരഞ്ഞെടുക്കാനുള്ള ജ്ഞാനവും ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ വഴിയിൽ നടക്കാൻ, നിന്റെ വചനം അനുസരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതവും കുടുംബവും അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.